വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ 6 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിയോട് ഞെട്ടലോടെയാണ് കേരളം പ്രതികരിച്ചത്. പ്രോസിക്യൂഷന് വലിയ വീഴ്ചയുണ്ടായെന്ന വിമർശനം ശക്തമാണ്. പ്രതിക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതരുടെ പ്രതികരണം. കൃത്യമായ തെളിവുകളുണ്ടെന്ന് പോലീസ് ആവർത്തിച്ച കേസിൽ അപ്രതീക്ഷിത വിധിയാണ് ഉണ്ടായത്. വിധി പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള സഹായം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. വലിയ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരമൊരു പ്രമാദമായ ഒരു കേസിനകത്ത് പ്രതിയെ വെറുതെ വിടുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മീഷന്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടും വളരെയേറെ പ്രയാസമുണ്ടാക്കിയ ഒരു വിധി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരമ്മയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി മുഖ്യമന്ത്രിയും സർക്കാരും കേൾക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായ പ്രതിയെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. നടന്ന അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലുകളും ഒക്കെ തന്നെ പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പോലീസുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ആ ഒരു ഒത്തുചേരലിലൂടെയാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ആരോപിക്കുകയാണ്. പോലീസിനെതിരായ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളിപ്പോഴും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം മുഴുവൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും 100% ശരിയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങളാരും എതിരല്ല. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം തള്ളി. വിധി ഞെട്ടലുളവാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീം കുമാർ പറഞ്ഞു. ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുടെ കുടുംബാംഗങ്ങളും പ്രതിയെ വെറുതെ വിടുമെന്നുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു. ആ ഇന്നത്തെ വിധിയും അവരുടെ സംസാരവും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ വിധിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നത്. ജുഡീഷ്യറിക്കും നാടിനും നാണക്കേടുണ്ടാക്കിയ വിധിയെന്നാണ് CPI നേതാവ് KK ശിവരാമന്റെ വിമർശനം. 24 ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ സംഘത്തിന് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിയെ വെറുതെ വിട്ട വിധി പ്രസ്താവത്തിലാണ് പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത്. കുട്ടിയുടേത് കൊലപാതകം തന്നെയാണെന്നും പീഡനം നടന്നിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നു. 6 വയസ്സുകാരിയുടെ മരണമറിഞ്ഞിട്ടും സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സംഭവസ്ഥലത്തേക്ക് വണ്ടിപ്പെരിയാർ SHO എത്തിയത് 2ാം ദിവസമാണ്. അവിടെ തുടങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പോലീസിന്റെയും വീഴ്ചകൾ. കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സ്ഥലത്തു നിന്നുള്ള രക്തം, മലം, മൂത്രം എന്നിവ സുപ്രധാന ഘടകങ്ങളാണെങ്കിലും അന്വേഷണ രേഖകളിൽ അവ ഇടം പിടിച്ചില്ല. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് വിരലടയാളം ശേഖരിച്ചില്ല. കുട്ടിയെ കെട്ടിത്തൂക്കിയ തുണിയെടുത്ത അലമാര അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല. കൊലപാതകം നടന്ന മുറിയിലെ തെളിവുകൾ അലക്ഷ്യമായാണ് പോലീസ് കൈകാര്യം ചെയ്തത്. സുപ്രധാന തെളിവുകളായ തോർത്തും കത്തിയും ബെഡ്ഷീറ്റും സീൽ ചെയ്ത് സൂക്ഷിച്ചില്ല. മാത്രമല്ല, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷിയുടെ മൊഴിയിലെ പൊരുത്തക്കേട് വിശദീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെയും കോടതി ചോദ്യം ചെയ്യുന്നു. ഫിംഗർ പ്രിന്റുകൾ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് വിരലടയാള വിദഗ്ധർ പറഞ്ഞുവെന്ന ന്യായമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിരത്തിയത്. കേസിൽ പ്രതി കുറ്റവിമുക്തനായതോടെ പോലീസ് കടുത്ത പ്രതിരോധത്തിലാണ്. ഇതിനിടെയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. 24 ഇടുക്കി.